Good morning, students. Today we are going to see another topic, that is multiple sequence alignment. In the last class, we already learned about the sequence alignment. എന്തായിരുന്നു sequence alignment? I'm going to check whether you have learned it that I taught you in the last class. Sequence alignment എന്തായിരുന്നു? രണ്ട് സീക്വൻസ് എടുക്കും. അത് ന്യൂക്ലിയോടൈഡിൻ്റെ ആവാം, പ്രോട്ടീൻ്റെ ആകാം. അത് തമ്മിൽ കമ്പയർ ചെയ്ത് സിമിലാരിറ്റീസ് നോക്കുന്നതിനെയാണ് സീക്വൻസ് അലൈൻമെന്റ്. അത് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു, പെയർ വൈസും മൾട്ടിപ്പിളും. അതിലെ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനകത്തൊരു മെത്തേഡാണ്, പ്രോഗ്രാമാണ് ക്ലസ്റ്റാൾ എന്ന് പറയുന്നത്. അപ്പം വാട്ട് ഈസ് ക്ലസ്റ്റാൾ? ക്ലസ്റ്റാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ജനറൽ പർപ്പസ് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് പ്രോഗ്രാമാണ് ഫോർ DNA or പ്രോട്ടീൻസ്. DNAക്കും പ്രോട്ടീൻസിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സീക്വൻസ് അലൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള, അത് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. എന്ത് ചെയ്യും? ഇറ്റ് കാൽക്കുലേറ്റ്സ് ദ ബെസ്റ്റ് മാച്ച് ഫോർ ദ സെലക്ടഡ് സീക്വൻസ്. നമ്മൾ സെലക്ട് ചെയ്ത സീക്വൻസിന്റെ ഏറ്റവും ബെസ്റ്റ് മാച്ച് ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ക്ലസ്റ്റർ. ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് DG ഹിഗിൻസ് ആൻഡ് PM ഷാർപ്പ് ആണ്. അപ്പം ഇതിന്റെ രണ്ട് വേർഷൻസ് ആണ്, ക്ലസ്റ്റാൾ എക്സും ക്ലസ്റ്റാൾ W. അതിൽ എക്സ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് മോഡ് ആയിട്ടുള്ള ഒരു ഫോമാറ്റ് ആണ്. ക്ലസ്റ്റാൾ W എന്ന് പറയുന്നത് വിൻഡോസിലൊക്കെ യൂസ് ചെയ്യും. ഗ്രാഫിക്കൽ യൂസർ ആണ്, വിൻഡോ ഫ്രണ്ട്ലി ആണ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് NCBI വൈബ്രന്റ് ടൂൾ കിറ്റ് ഉപയോഗിച്ചിട്ടാണ് ക്ലസ്റ്റാൾ W എന്ന് പറയുന്നത്. അപ്പം ഈ ക്ലസ്റ്റർ യൂസ് ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കണം. സീക്വൻസ് ഡു നോട്ട് ഷെയർ കോമൺ ആൻസിസ്ട്രി. ഒരു കോമൺ ആൻസിസ്ട്രി ഇല്ലാത്ത സീക്വൻസിന് ഈ ക്ലസ്റ്റർ ആപ്ലിക്കബിൾ അല്ല. അതേപോലെ ഒരു പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ അതിന് N ടെർമിനലും C ടെർമിനൽ എൻഡ് കാണും. അങ്ങനെയുള്ള എൻഡ് ലാർജും വേരിയബിളും ആണെങ്കിൽ അവിടെ ക്ലസ്റ്റർ ഇസ് നോട്ട് ആപ്ലിക്കബിൾ. അതേപോലെ സീക്വൻസസ് കൺസിഡർ സീക്വൻസ് പാർഷ്യലി റിലേറ്റഡ് ആണെങ്കിൽ ക്ലസ്റ്റർ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. അതേപോലെ സീക്വൻസിന് ഓവർലാപ്പിംഗ് ഷോർട്ട് നോൺ ഓവർലാപ്പിംഗ് ഫ്രാഗ്മെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ ആ സിറ്റുവേഷൻസിൽ ക്ലസ്റ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ക്ലസ്റ്റർ യൂസ് ചെയ്യാൻ പറ്റാത്ത ചില കണ്ടീഷൻസ് ആണ് ഇവിടെ പറഞ്ഞത്. ഞാൻ അതിന്റെ IRL അഡ്രസ് ആണ്, IRL അല്ല, URL അഡ്രസ്സസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് ക്ലസ്റ്ററിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് പ്രോട്ടിയോമിക്സ്. പ്രോട്ടിയോമിക്സ് എന്ന് പറയുമ്പോൾ ആ ടേമിൽ തന്നെ ഉണ്ട് പ്രോട്ടിയോ, സംതിങ് റിലേറ്റിംഗ് ടു പ്രോട്ടീൻ. അപ്പോൾ ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ മൊത്തം ടോട്ടൽ പ്രോട്ടീൻസിനെ കുറിച്ചുള്ള പഠനം ആൻഡ് ഇറ്റ്സ് ഇന്ററാക്ഷൻ വിത്ത് ഇറ്റ്സ് എൻവിയോൺമെന്റ്. അപ്പം ഒരു ഓർഗാനിസം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബോഡിയിൽ ഏതെല്ലാം പ്രോട്ടീൻസ് ഉണ്ടോ അതിനെ കുറിച്ച് പഠിക്കുക. ഹൗ ദാറ്റ് പ്രോട്ടീൻസ് ഈസ് ഇന്ററാക്ടിങ് വിത്ത് ഇറ്റ്സ് എൻവിയോൺമെന്റ് എന്ന് പഠിക്കുന്നതിനെയാണ് പ്രോട്ടിയോമിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ പഠിക്കും? അതിന്റെ ക്വാണ്ടിറ്റേഷൻ എത്രമാത്രം ഉണ്ടാവാം, അതിന്റെ സ്ട്രക്ചർ, പിന്നെ നമ്മള് ഓരോ പ്രോട്ടീൻസിന്റെയും സീക്വൻസ്, ഓരോ പ്രോട്ടീൻസിന്റെയും ഫങ്ഷൻസ്, അതിന്റെ ഇന്ററാക്ഷൻസ്, അതിന്റെ മോഡിഫിക്കേഷൻസ്, ഇതെല്ലാം ഇതിനകത്ത് വരും. അപ്പം സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കണമെങ്കിലും ഫങ്ഷൻ, ഇതിനെല്ലാം പ്രോട്ടീൻ സീക്വൻസിങ് അത്യാവശ്യമാണ്. സീക്വൻസിങ് എന്ന് പറയുമ്പോൾ ഓരോ പ്രോട്ടീൻ എടുക്കുമ്പോൾ അതിനകത്തെ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിനെയാണ് പ്രോട്ടീൻ സീക്വൻസിങ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് പ്രോട്ടീൻ സീക്വൻസിങ്? ഡിറ്റർമിനേഷൻ ഓഫ് അമിനോ ആസിഡ്. എന്നിട്ടേക്കുന്നത് അമിനോ ആസിഡ്സിന്റെ ഷോർട്ട് ആണ്. അമിനോ ആസിഡ് സീക്വൻസസ് ഓഫ് ഓൾ ഓർ പാർട്ട് ഓഫ് എ പ്രോട്ടീൻ ഓർ പെപ്റ്റൈഡ്. അപ്പോൾ ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു പെപ്റ്റൈഡിന്റെ മൊത്തത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ പാർട്ടിലുള്ള അമിനോ ആസിഡ് സീക്വൻസ് കണ്ടുപിടിക്കുന്ന, ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് പ്രോട്ടീൻ സീക്വൻസിങ് എന്ന് പറയുന്നത്. ഇതിന് സാധാരണ ഉപയോഗിക്കുന്നത് രണ്ട് മെത്തേഡ്സ് ആണ്, മാസ് സ്പെക്ട്രോമെട്രി ആൻഡ് എഡ്മാൻ ഡീഗ്രഡേഷൻ യൂസിങ് എ പ്രോട്ടീൻ സീക്വൻസർ. മാസ് സ്പെക്ട്രോമെട്രി ഇത് ആണ് പ്രോട്ടീൻ സീക്വൻസിങ്ങിനും ഐഡന്റിഫിക്കേഷനും വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ എഡ്മാൻ ഡീഗ്രഡേഷൻ ആണ് എന്തിന് എൻ ടെർമിനസ് എൻഡ് മനസ്സിലാക്കാൻ, അതിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എഡ്മാൻ ഡീഗ്രഡേഷൻ.
അപ്പം മാസ് സ്പെക്ട്രോമെട്രി എന്ന് പറയുന്നത് ഒരു മാസ് ടു ചാർജ് റേഷ്യോ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് മാസ് സ്പെക്ട്രോമെട്രി. ഇറ്റ്സ് ആൻ അനലിറ്റിക്കൽ ടെക്നിക്കാണ്. മെഷേഴ്സ് ദ മാസ് ടു ചാർജ് റേഷ്യോ ഓഫ് അയോൺസ്. അയോണിന്റെ മാസ്, അതിന്റെ ചാർജ്, അതിന്റെ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് ആ പ്രോട്ടീനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇതിന്റെ ഒരു അനിമേഷൻ ടീച്ചർ ഇതിന്റെ ഈ സെക്ഷന്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കണം. അപ്പം മാസ് സ്പെക്ട്രോമെട്രി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പം എന്നിട്ട് അതിന്റെ റിസൾട്ട് നമ്മളൊരു ഗ്രാഫ് പോണക്കാണ് പ്ലോട്ട് ചെയ്യുക. ഇതേ പോണക്കൊരു ഗ്രാഫ് പോണക്കാണ് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷൻ ആൻഡ് മോഡലിംഗ്. ഇതിനകത്ത് പ്രോട്ടീൻ്റെ ഫങ്ഷണൽ പ്രോപ്പർട്ടീസ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? അതിൻ്റെ 3 ഡയമെൻഷണൽ ഷേപ്പ് മനസ്സിലാക്കും. ഇനി 3 ഡയമെൻഷണൽ ഷേപ്പ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്ത് ഡിറ്റർമിൻ ചെയ്യണം? അതിൻ്റെ അമിനോ ആസിഡ് സീക്വൻസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം അമിനോ ആസിഡ് സീക്വൻസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം പിന്നെ അതിൻ്റെ 3 ഡയമെൻഷണൽ ഷേപ്പ്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഫങ്ഷണൽ പ്രോപ്പർട്ടീസ് നമുക്കൊരു പ്രോട്ടീൻ്റെ മനസ്സിലാക്കാൻ കഴിയൂ. അതിൻ്റെ ഒരു മെത്തേഡാണ് കമ്പാരിറ്റീവ് ഹോമോലോഗി മോഡലിംഗ് എന്ന് പറയും. അപ്പോൾ അത് എന്താണെന്ന് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺനോൺ പ്രോട്ടീൻ്റെ 3D സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കുക. ഇതൊരു അൺനോൺ പ്രോട്ടീനാണ്. ഇതിൻ്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. എന്തിനെ ബേസ് ചെയ്ത്? ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ, സീക്വൻസസ് ഓഫ് ഹോമോലോഗസ് പ്രോട്ടീൻ നോക്കിയിട്ട് ഇതിൻ്റെ 3D സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യുക. അതാണ്, അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് കമ്പാരിറ്റീവ് ഹോമോലോജി മോഡലിംഗ്. അപ്പോൾ എന്താണ് കമ്പാരിറ്റീവ് ഹോമോലോജി മോഡലിംഗ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രിഡിക്റ്റിംഗ് ദ 3D സ്ട്രക്ചർ ഓഫ് അൺനോൺ പ്രോട്ടീൻ ബേസ്ഡ് ഓൺ ദ സീക്വൻസ് ഓഫ് എ ഹോമോലോഗസ് പ്രോട്ടീൻ. ക്ലിയർ ആയല്ലോ? ഒരു ഹോമോലോഗസ് പ്രോട്ടീൻ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള പ്രോട്ടീനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇതിൻ്റെ 3D സ്ട്രക്ചർ പ്രിഡിക്റ്റ് ചെയ്യുക അൺനോൺ പ്രോട്ടീൻ്റെ. അതിനെയാണ് കമ്പാരിറ്റീവ് ഹോമോലോജി മോഡലിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഉള്ള സ്റ്റെപ്സ് ഏതൊക്കെ വരും നോക്കാം. കമ്പാരിറ്റീവ് ഹോമോലോജി മോഡലിങ്ങിനകത്തുള്ള സ്റ്റെപ്സ് ഏതൊക്കെ വരും? അപ്പം ആദ്യം നമ്മളുടെ അൺനോൺ പ്രോട്ടീനുമായിട്ട് ഹോമോലോഗസ് ആയിട്ടുള്ള പ്രോട്ടീൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ടൂൾ നമുക്ക് ഓൾറെഡി ലേൺ, ദാറ്റ് ഈസ് ബ്ലാസ്റ്റ് ആൻഡ് ഫാസ്റ്റ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അൺനോൺ പ്രോട്ടീൻസിന് ഹോമോലോഗസ് ആയിട്ടുള്ള പ്രോട്ടീനെ ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ എക്സ്റ്റെൻറ്റ് ഓഫ് സിമിലാരിറ്റി ഡിറ്റർമിൻ ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് സീക്വൻസ് അലൈൻമെൻറ്റ് ചെയ്യണം. ആ അൺനോണും നോൺ ഹോമോലോഗസ് പ്രോട്ടീനുമായിട്ട് സീക്വൻസ് അലൈൻമെൻറ്റ് ചെയ്യും യൂസിങ് ദ ടൂൾ ClustalW, വിച്ച് ഈസ് വിൻഡോസ് ഫ്രണ്ട്ലി ആണ്. അപ്പം അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രോട്ടീനിലെ, അതായത് അൺനോൺ പ്രോട്ടീനകത്തെ കൺസേർവ്ഡ് റീജിയൻസും വേരിയബിൾ റീജിയൻസും ഹോമോലോഗസ് പ്രോട്ടീനോട് കമ്പയർ ചെയ്തിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യുക. ചില സീക്വൻസ് കൺസേർവ്ഡ് ആയിരിക്കും, ചില റീജിയൻസ് വേരിയബിൾ റീജിയൻസ് ഉണ്ടായിരിക്കും പ്രോട്ടീൻ്റെ സ്ട്രക്ചറിൽ. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് കൺസേർവ്ഡ് റെസിഡ്യൂസ്, അതായത് സീക്വൻസ് അൺനോൺ പ്രോട്ടീൻസിൻ്റെ അതിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കും. കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ X കോർഡിനേറ്റും Y കോർഡിനേറ്റ്സും കണ്ടുപിടിക്കും. ഏതിൻ്റെത്? അൺനോൺ പ്രോട്ടീൻ്റെത്. അടുത്ത സ്റ്റെപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വേരിയബിൾ റെസിഡ്യൂസ് ഉണ്ടല്ലോ അൺനോൺ പ്രോട്ടീനിൽ, അതിൻ്റെ കൺഫർമേഷൻസ് എന്താണെന്ന് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് സൈഡ് ചെയിൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് ചെയിൻ കൺഫർമേഷൻസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഏറ്റവും ലാസ്റ്റിലായിട്ട് നമ്മൾ അൺനോൺ സ്ട്രക്ചറിനെ റിഫൈൻ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് വാല്യുവേഷനും എല്ലാം ചെയ്ത് നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന വേറെ ചില സോഫ്റ്റ്വെയർസ് ഉണ്ട്. പ്രോജക്ട്, വാട്ട്, വെരിഫൈ, 3D എക്സെട്ര. ഇതൊക്കെയാണ് അതിൻ്റെ ചില സ്റ്റെപ്സ്. ആ സ്റ്റെപ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം അതിൻ്റെ ഹോമോലോഗി പ്രോട്ടീൻ എന്താണെന്ന് കണ്ടുപിടിച്ചു, എന്നിട്ട് അതിൻ്റെ സീക്വൻസ് അലൈൻമെൻറ്റ് ചെയ്തു, കൺസേർവ്ഡ് വേരിയബിൾ റീജിയൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി, എന്നിട്ട് കോർഡിനേറ്റ്സ്, കൺസേർവ്ഡ് റീജിയൻസിൻ്റെ കോർഡിനേറ്റ്സ് ഡെവലപ്പ് ചെയ്തു, വേരിയബിൾ റീജിയൻസിൻ്റെ കൺഫർമേഷൻസ് ജനറേറ്റ് ചെയ്തു, സൈഡ് ചെയിൻസിൻ്റെ കൺഫർമേഷൻ ജനറേറ്റ് ചെയ്തു. അതിനുശേഷം ഈ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്ട്രക്ചർ റിഫൈൻ ചെയ്ത് വാല്യുവേറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് എ പ്രോസസ്.
Next section, next area, next term is molecular phylogeny ആണ്. Phylogeny ആണ്. എന്താണ് വാട്ട് ഈസ് molecular phylogeny എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എന്താന്ന് നോക്കിയേ, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫൈലോജനി, എവല്യൂഷണറി സ്റ്റഡിയുടെ ഒരു ബ്രാഞ്ച് ആണ് മോളിക്കുലർ ഫൈലോജനി എന്ന് പറയുന്നത്. ഇത് എന്ത് അനലൈസ് ചെയ്യും? ഹെറിഡിറ്ററി മോളിക്കുലർ ഡിഫറൻസസ് മെയിൻലി ഇൻ DNA സീക്വൻസസ്. പ്രധാനമായിട്ടും DNA സീക്വൻസസിലെ ഹെറിഡിറ്ററി മൊളിക്കുലർ ഡിഫറൻസസ്, ഹെറിഡിറ്ററി ഒരു ജനറേഷൻ ടു നെക്സ്റ്റ് ജനറേഷൻ, ആ ഒരു കോസ്, ആ പാത്തിലുണ്ടാവുന്ന ഡിഫറൻസ്, ഇതിൽ DNAയിലുള്ള ഡിഫറൻസിനെ അനലൈസ് ചെയ്യും. എന്നിട്ട് ഇൻഫർമേഷൻ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് മനസ്സിലാക്കും. അപ്പം ഒരു ഓർഗാനിസം കഴിഞ്ഞിട്ട് അടുത്തത് അത് എത്രമാത്രം റിലേറ്റഡ് ആണ്, എത്രമാത്രം മറ്റേതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് എന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻ, എവല്യൂഷണറി റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് ഒരു ഫൈലോജനറ്റിക് ട്രീയിൽ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുക. ഇതിനെയാണ് മോളിക്കുലർ ഫൈലോജനി. അപ്പോൾ മോളിക്കുലർ ഫൈലോജനി, വാട്ട് ഈസ് മോളിക്കുലർ ഫൈലോജനി ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫൈലോജനി ദാറ്റ് അനലൈസസ് ദ ഹെറിഡിറ്ററി മോളിക്കുലർ ഡിഫറൻസസ് മെയിൻലി ഇൻ DNA സീക്വൻസസ് to gain information on an organism's evolutionary relationship, and its result is expressed in a phylogenetic tree, that is molecular phylogeny. The objective എന്തുവാണ്? To recover, മനസ്സിലാക്കുക, order of evolutionary events and represent in the form of a phylogenetic tree which depicts relationship among species or genes over time. അപ്പം സ്പീഷീസ് തമ്മിലുള്ള ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ഒരു ഫൈലോജനറ്റിക് ട്രീയുടെ രൂപത്തിൽ റെക്കോർഡ് ചെയ്യുക, ഡെപിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. ഇനി ഫൈലോജനറ്റിക് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എ ഫൈലോജനറ്റിക് ട്രീ? ഇറ്റ് ഈസ് എ 2-dimensional ഗ്രാഫ് ആണ്, ഷോയിങ് ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് എമംഗ് ഓർഗാനിസംസ്. ഓർഗാനിസംസ് തമ്മിലുള്ള ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു 2D ഗ്രാഫാണ് ഫൈലോജനറ്റിക് ട്രീ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയ റീപ്രസെൻറ്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വി ഷുഡ് നോ സം ടേംസ്. അത് ഏതൊക്കെയാണ്? നോട്ട്സ് വരുന്നുണ്ട്, ബ്രാഞ്ച് ലെങ്ത് വരുന്നുണ്ട്, റൂട്ട് വരുന്നുണ്ട്, ബ്രാഞ്ചസ് വരുന്നുണ്ട്, ദെൻ ടോപ്പോളജി വരുന്നുണ്ട്. അപ്പം നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓരോ പോയിന്റ്സ് ആണ് കേട്ടോ. എവിടുന്നാണ് അടുത്തൊരു ബൈഫർക്കേഷൻ, അടുത്തൊരു മോഡിഫിക്കേഷൻ, ഡിഫറൻസ് ഉണ്ടാകുന്ന അതിൻ്റെ ആ ബ്രാഞ്ചിങ് പോയിന്റിന് പറയുന്നതാണ് നോട്ട്സ് എന്ന് പറയുന്നത്. ഇനി ബ്രാഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാഞ്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതിൽ നിന്നാണ് അടുത്തത് വന്നത്, ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കും. റിലേഷൻഷിപ്പ് എമംഗ് ടാക്സാ പിടിയിട്ടും. പിന്നെ ബ്രാഞ്ച് ലെങ്ത്, അപ്പോൾ ഇതിന് ലെങ്ത് കൂടുന്നതനുസരിച്ച് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മച്ച് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് ഫോമർ ആൻസിസ്റ്റർ. അപ്പം ലെങ്ത് കുറവാണെങ്കിൽ അത്രത്തോളം ഡിഫറൻസ് ഇല്ല. അപ്പം ബ്രാഞ്ച് ലെങ്ത് റിപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് ചേഞ്ചസ് ദാറ്റ് ഹാവ് occurred in that branch. ഇനി റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കോമൺ ആൻസിസ്റ്റർ ഫോർ ഓൾ ടാക്സ. എല്ലാ ടാക്സയുടെയും കൂടെ കോമൺ ആൻസിസ്റ്ററിനെയാണ് റൂട്ട് എന്ന് പറയുന്നത്. ഈ ടോപ്പോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നോട്ട്സിന്റെ ആ ഒരു ഓർഡർ ഏത് കഴിയുമ്പോഴാണ് അടുത്തത്, ആ ഒരു ഓർഡറിനെയാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇത്രയും ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഫൈലോജനറ്റിക് ട്രീയുമായിട്ട് റിലേറ്റ് ചെയ്ത്. നെക്സ്റ്റ്, ഈ ട്രീസ് പല ടൈപ്സ് ഉണ്ട്. റൂട്ടഡ് ട്രീ ഉണ്ട്, അൺറൂട്ടഡ് ട്രീ ഉണ്ട്, ഡെൻഡോഗ്രാം, ക്ലാഡോഗ്രാം, ഫൈലോഗ്രാം, ക്രോണോഗ്രാം. റൂട്ടഡ് ട്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഇത് ഒരു റൂട്ടഡ് ട്രീ ആണ്. കാരണം ഇതിന്റെ എല്ലാവരും കോമൺ ആൻസിസ്റ്റർ ഏതാണെന്ന് നമുക്ക് അറിയാം. ഒരു റൂട്ട്, അടിവേര് എവിടുന്നാ തുടങ്ങിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഫൈലോജനറ്റിക് ട്രീക്കാണ് റൂട്ടഡ് ട്രീ എന്ന് പറയുന്നത്. അപ്പൊ അൺറൂട്ടഡ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? കോമൺ ആൻസിസ്റ്റർ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതൊരു അൺറൂട്ടഡ് ട്രീ, ഫൈലോജനറ്റിക് ട്രീ ആണ്. അപ്പം അതിന്റെ കോമൺ ആൻസിസ്റ്റർ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതിനെയാണ് അൺറൂട്ടഡ് ട്രീ. Specifies a relationship between nodes and says nothing about the direction of evolution. ഡെൻഡോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈലോജനറ്റിക് ട്രീസിന് ബ്രോഡായിട്ട് പറയുന്ന ഒരു കോമൺ ടേം ആണ്. ഇറ്റ്സ് എ ബ്രോഡ് ടേം ഫോർ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് എ ഫൈലോജനറ്റിക് ട്രീ ആണ്. ഇനി ക്ലാഡോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആണ് ഒരു ക്ലാഡോഗ്രാം ആണ്. ഇറ്റ്സ് എ ട്രീ ഫോംഡ് യൂസിങ് ക്ലാഡിസ്റ്റിക് മെത്തേഡ്സ്. ഇത് ഓൺലി ബ്രാഞ്ചിങ് പാറ്റേൺ മാത്രമേ ഇതിൽ പ്രെഡിക്റ്റ് ചെയ്യുള്ളൂ. ക്ലാഡിസ്റ്റിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിൽ എപ്പോഴും ഒരു ഗ്രൂപ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ചിൽ നിന്ന് എമേർജ് ചെയ്യുന്ന പിന്നെ എന്താണ് ഇവിടെ ഒരു ഓർഗാനിസം ഉണ്ടായി, അതിൽ നിന്ന് ഇച്ചിരി അങ്ങോട്ട് പോയി കുറച്ച് വ്യത്യാസം വന്നിട്ട് അടുത്തത്, അതിൽ നിന്ന് ചില വ്യത്യാസം വന്നിട്ട് അടുത്തത്, ആ ഒരു ഗ്രൂപ്പായിട്ട് ഉള്ള പിന്നെ ഇവല്യൂഷൻ ആണ് പറയുന്നത് ഈ ക്ലാഡിസ്റ്റിക് മെത്തേഡ്സ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അതിന്റെ ഡെഫിനേഷൻ ടീച്ചർ കാണിക്കാം. Cladistic is an approach to biological classification which organisms are categorized in groups. ഒരു ഗ്രൂപ്പ്, ഇപ്പോൾ ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരിക്കും, അതിൽ നിന്ന് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് organisms that evolved very close times എന്ന് പറയാം. ഇറ്റ്സ് നോട്ട് ഡിസ്റ്റൻ്റ്ലി ഇവോൾവ് സ്പീഷീസ്. ഒരുപാട് എന്താണ് മനസ്സിലായില്ലേ, ഒരുപാട് അകലം കൂട്ടി ഒരുപാട് ടൈം ഗ്യാപ്പ് ഇല്ല ഇതിൻ്റെ ഇവല്യൂഷൻസ് തമ്മിൽ. അതാണ് ആ ടേം കിട്ടണം നമുക്ക് കറക്റ്റ്. ക്ലാഡിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എൻ അപ്രോച്ച് ടു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ വിച്ച് ഓർഗാനിസംസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻ ഗ്രൂപ്പ്സ്. ആ ഗ്രൂപ്പിന് ഒരു പേര് പറയും, ക്ലാഡ്സ് എന്ന് പറയും, ബേസ്ഡ് ഓൺ മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസിസ്റ്റർ. കണ്ടോ, അപ്പോൾ ഇവിടെ ഇനി ആ പിക്ചർ നോക്കിക്കേ, ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്, അതിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് ഉണ്ടായത്. കണ്ടോ, ആ ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ ചെറിയ ഡിഫറൻസ് വന്നിട്ടായിരിക്കും ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഫൈലോജനറ്റിക് ട്രീക്കാണ് ക്ലാഡോഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് റിപ്രസെൻറ്റ്സ് ഓൺലി ദ ബ്രാഞ്ചിങ് പാറ്റേൺ. ഇനി ഫൈലോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് റിപ്രസെൻറ്റ്സ് നമ്പർ ഓഫ് ക്യാരക്ടർ ചേഞ്ചസ് ത്രൂ ഇറ്റ്സ് ബ്രാഞ്ച് ലെങ്ത്. ഫൈലോഗ്രാം നോക്കി ഇവിടെ വരുമ്പോഴത്തേക്ക് കണ്ട അടുത്ത സ്പീഷീസ് ഉണ്ടാവുന്നത് കാണുന്നുണ്ട്, പക്ഷേ ആ ബ്രാഞ്ചിന്റെ എല്ലാം ലെങ്തിൽ ഡിഫറൻസ് ആണ്. അപ്പോൾ എന്തും വേണ്ടി ചേഞ്ച് വരുന്നുണ്ട് വെൻ കമ്പയറിങ് വിത്ത് വൺ വിത്ത് അനദർ. എല്ലാ ബ്രാഞ്ചസിന്റെ ലെങ്ത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. റിപ്രസെൻറ്റ്സ് എ നമ്പർ ഓഫ് ക്യാരക്ടർ ചേഞ്ചസ് ത്രൂ ഇറ്റ്സ് ബ്രാഞ്ച് ലെങ്ത്. ക്രോണോഗ്രാം പറഞ്ഞു നോക്കിയേ. ക്രോണോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് റിപ്രസെൻറ്റ്സ് ഇവല്യൂഷണറി ടൈം ആണ് റിപ്രസെന്റ് ചെയ്യുന്നത്. എപ്പോഴാണ് ഏത് പോയിന്റിലാണ് ഈ രണ്ട് സ്പീഷീസ് ഇവോൾവ് ചെയ്തത് ത്രൂ ഇറ്റ്സ് ബ്രാഞ്ച് ലെങ്ത്. ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ആ ബ്രാഞ്ച് ലെങ്ത് ഇവിടെ വന്നു, ഇത് എയും ബിയും ഈ തമ്മിൽ ബ്രാഞ്ച് ലെങ്ത് വരുന്നില്ല, പക്ഷേങ്കിൽ എപ്പോഴാണ് ഏത് പോയിന്റ് ഓഫ് ടൈമിലാണ് ഇത് ഇവോൾവ് ചെയ്തത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഇവിടെ ഈ ഒരു പോയിന്റ് വന്നിട്ടാണ് ഡിയും, ഈ ഡിയിൽ നിന്നിട്ടാണ് ബൈഫർക്കേഷൻ വന്നിട്ട് EFG ഉണ്ടാവുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു പോയിന്റിൽ വരുമ്പോഴത്തേക്കാണ് വേറെ രണ്ട് സ്പീഷീസ് എന്തോ ഒരു ക്യാരക്ടറിന്റെ ഡിഫറൻസിന്റെ ബേസിൽ വേറെ രണ്ട് സ്പീഷീസ് ഫോം ചെയ്യുന്നത്. അപ്പം ഇവ ക്രോണോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് വ്യത്യാസം ഇതേ ഉള്ളൂ. റിപ്രസെൻറ്റ്സ് എവല്യൂഷണറി ടൈം കാണിക്കും ത്രൂ ഇറ്റ്സ് ബ്രാഞ്ച് ലെങ്ത്. ഫൈലോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് എത്രത്തോളം റിപ്രസെൻറ്റ്സ് നമ്പർ ഓഫ് ക്യാരക്ടർ, എത്ര ക്യാരക്ടർ ചേഞ്ചസ് വന്നിട്ടുണ്ട് ത്രൂ ഇറ്റ്സ് ബ്രാഞ്ച് ലെങ്ത്. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീസ്. ഇനി ഫൈലോജനറ്റിക് ട്രീ അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില ടൂൾസ് ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് ഫിലിപ്പ് ആണ്. ഫൈലോജനി ഇൻഫറൻസ് പാക്കേജ് എന്നാണ് പറയുന്നത് അതിന്. വൺ ഈസ് ഫിലിപ്പിനെ കുറിച്ച് പറയാൻ പോവാണ്. ഫിലിപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പാക്കേജ് ഓഫ് പ്രോഗ്രാംസ് ഫോർ ഇൻഫറിങ് ഫൈലോജനീസ്. അപ്പം ഇവല്യൂഷണറി ട്രീസ് നമുക്ക് ഇൻഫർ ചെയ്യാതെ അതിനെക്കുറിച്ച് പഠിക്കാൻ മനസ്സിലാക്കാനുള്ള ഒരു പ്രോഗ്രാം പാക്കേജ് ആണ് ഫിലിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ അഡോപ്റ്റ് ചെയ്യുന്ന അവൈലബിൾ മെത്തേഡ്, ഈ പാക്കേജിൽ അവൈലബിൾ ആയിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ഒന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് ആ ടേംസ് അറിഞ്ഞിരിക്കുക. പാർസിമോണി, ഡിസ്റ്റൻസ് മെട്രിക്സ്, ബൂട്ട്സ്ട്രാപ്പിംഗ് ആൻഡ് കോൺസെൻസസ് ട്രീസ്, ഈ മെത്തേഡ്സ് ഒക്കെയാണ് ഈ ഫിലിപ്പ് എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഫിലിപ്പ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്തിനെയൊക്കെ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ആസ്പെക്ട്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യും നോക്കിയാൽ, മോളിക്കുലർ സീക്വൻസസിൻ്റെ എവല്യൂഷൻസ്, ചേഞ്ച് ഓവർ എ ടൈം, അത് നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് ഓവർ എ ടൈം വാട്ട് ചേഞ്ചസ് ആർ ഹാപ്പനിങ് ടു ജീൻ ഫ്രീക്വൻസീസ് മനസ്സിലാക്കാം. റെസ്ട്രിക്ഷൻ സൈറ്റ്സിൽ എന്ത് ചേഞ്ച് വരുന്നുണ്ട്, ഫ്രാഗ്മെന്റ്സിന്റെ സൈസിൽ എന്ത് ചേഞ്ച് വരുന്നുണ്ട്,
പിന്നെ ഡിസ്റ്റൻസ് മെട്രീസസ് അത് കണക്ക് ചില ക്യാരക്ടേഴ്സിലുണ്ടാകുന്ന ചേഞ്ചസ് ഓവർ ടൈം ആ ഒരു ഇവല്യൂഷൻ ട്രേസ് ഒക്കെ മനസ്സിലാക്കാനൊക്കെ വി ക്യാൻ യൂസ് ഫിലിം. മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രോഗ്രാം ഈ സൈറ്റിൽ പോയിട്ട് അതിനകത്തൊരു മെനു ഉണ്ടായിരിക്കും. ആ മെനുവിൽ പോയിട്ട് നമുക്ക് കമ്പ്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചില ഓപ്ഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നത്, ഫൈലോജനി ഇൻഫർ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം ആദ്യം നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഡേറ്റ കൊടുക്കണം. അതൊരു ടെക്സ്റ്റ് ഫയലിൻ്റെ രൂപത്തിൽ വേണം കൊടുക്കേണ്ടത്. ഈ ടെക്സ്റ്റ് ഫയലിൽ നമ്മൾ യൂസർ തന്നെ വേണം ഏതെങ്കിലും വേർഡ് പ്രോസസ്സർ അല്ലെങ്കിൽ ടെക്സ്റ്റ് എഡിറ്ററോ ഉപയോഗിച്ചിട്ട് യൂസർ തന്നെ ടെക്സ്റ്റ് ഫയലിൻ്റെ രൂപത്തിൽ വേണം ഡേറ്റ ഈ പ്രോഗ്രാമിലേക്ക് കൊടുക്കേണ്ടത്. അതിനകത്ത് ഈ ക്ലസ്റ്റർ ഡബ്ല്യു അലൈൻമെന്റ് പ്രോഗ്രാമിന് ഇറ്റ് ക്യാൻ റൈറ്റ് ഡേറ്റ ഫയൽസ് ഇൻ ദ ഫിലിപ്പ് ഫോമാറ്റ്. ഫിലിപ്പ് ഫോമാറ്റിൽ ഡേറ്റ ഫയൽസ് റൈറ്റ് ചെയ്യാൻ നമുക്ക് ക്ലസ്റ്റർ ഡബ്ല്യു അലൈൻമെന്റ് പ്രോഗ്രാം യൂസ് ചെയ്യാൻ പറ്റും. Okay, only this much regarding the Philip. So next we are going to see an animation regarding the mass spectrometry. Mass spectrometry we are actually using for protein sequencing that I told in the beginning of today's section. So we are going to see how this mass spectrometry is working. Simple animation of that process. So let's go for that. To explain about instrumentation and the working of mass spectrometer through animated video. Now coming to the different parts of mass spectrometer. So first one is slit A, second one is slit B, third one is slit C, fourth one is slit D, fifth one is slit E, sixth one is detector, seventh one is amplifier, eighth one is recorder. Now coming to the various chambers. മാസ് സ്പെക്ട്രോമെട്രിയുടെ ഡിഫറെൻറ്റ് പാർട്സും ഡിഫറെൻറ്റ് ചേമ്പേഴ്സും ഒക്കെയാണ് പറഞ്ഞത്. കുറേ സ്ലിറ്റ്സ് ഉണ്ട്, ഒരു ചേമ്പർ 1, 2, 3, 4, പിന്നെ ഒരു ഡിറ്റക്ടർ, ആംപ്ലിഫയർ, പിന്നെ റെക്കോർഡർ ഒക്കെ ഉണ്ട്. ഈ ഓരോ സ്ലിറ്റിലും എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഈ കടത്തി വിടുന്ന നമ്മൾ ഏത് സബ്സ്റ്റൻസ് ആണോ പ്രോട്ടീനിലെ നമ്മൾ കടത്തി വിടുന്നത്, അപ്പം അതൊക്കെയാണ് ഈ പറയുന്നത്. നോക്കിക്കോണം. Present in mass spectrometer. So first chamber is sample vaporization chamber. It is present between slit A and slit B. Second chamber is ionization chamber. It is present between slit B and slit C. Third chamber is ion acceleration chamber. It is present between slit C and slit D. Fourth one is mass analyzer. It is present between slit D and slit E. Now coming to the first chamber. So here sample will be inserted, and in second chamber, that is sample ionization chamber. In this chamber electron gun will be present in the form of tungsten filament. In this chamber electron collector will also be present, which will collect the electrons. Now coming to the third chamber, it contains various electrodes. First electrode is supplied with positive potential. Second electrode is supplied with negative potential. Third electrode is supplied with more negative potential, and so on. So it will accelerate the ions. Now coming to the fourth one, that is mass analyzer. So in the mass analyzer, magnets will be present and they will form magnetic field, and due to that magnetic field, deflection of the ions takes place. So this is all about instrumentation of mass spectrometer. Now coming to the working of mass spectrometer. അപ്പം ഇതിനകത്ത് ഓരോ ചേമ്പേഴ്സും ഓരോ ചേമ്പേഴ്സിൽ ഏതൊക്കെ ഇരിപ്പുണ്ട്, അഡ്ജസ്റ്റ്മെന്റ്, ഹീറ്റിംഗ് കോയിൽ ഇരിപ്പുണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ കൺ ഇരിപ്പുണ്ട്, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോഡ്സുകൾ ഇരിപ്പുണ്ട്, ഇവിടെ മാഗ്നറ്റ് ഉണ്ട്. അപ്പം ഇത് പ്രോട്ടീൻസ് നമ്മൾ കടത്തിവിടുന്ന സബ്സ്റ്റൻസിന് എന്തൊക്കെ ചേഞ്ച് ഓരോടത്ത് സംഭവിക്കുന്നുണ്ട് എന്ന് നോക്കിക്കോണം. So first sample will be inserted through slit A into the sample vaporization chamber, and here if sample is present in solid or in liquid form, then it will convert in the form of vapor due to heating, and the heating is given by heating coils. Now this vaporized sample will go further through slit B and it will enter into the ionization chamber. Now electron gun will produce the beam of electron, and that will strike the molecule, and due to this electron beam, molecule will lose one electron, and ultimately it will convert into the form of positive ion, and this positive ion is known as radical cation or molecular ion. Here energy produced by electron beam will be approximate 70 electron volt, and ionization potential for the molecule will be approximate
10 electron volt. So due to high energy, M plus ion will convert in the form of fragment ion also, that will be M1 plus or M2 plus, etc. Now these positively charged ions will go towards the slit C, and their positively charged electrode potential will be there, and due to this positively charged electrode potential, these positive ions will be repelled in the right side, because in the right side negative potential will be there, and ultimately they will get some velocity, and with that velocity they will enter into the mass analyzer through slit B. And the low molecular weight compounds will be deflected high, so path length will be higher, so ultimately large molecular ions will reach to the detector first, then a smaller molecule will reach to the detector, and ultimately at the last smallest molecule will reach to the detector. Now these molecules will be detected by the detector, and here photomultiplier tube is used as a detector, and ultimately this signal will be transferred towards the amplifier. Amplifier will amplify these signals, and finally it will be recorded in the recorder, and we will get the mass spectrum. So this is the complete explanation about mass spectrometer and its working. For more details you can watch my video lecture on instrumentation of mass. അപ്പം ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഫസ്റ്റ് മാസ് സ്പെക്ട്രോമെട്രി വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഏത് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. പ്രോട്ടീനെ സീക്വൻസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ റിസൾട്ട് ഇതേ ഗ്രാഫായിട്ടാണ് വരുന്നത് എന്ന് നമ്മളവിടെ കണ്ടു. ആ ഗ്രാഫ് ഫൈനലി ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇവിടെ. ഓക്കെ, so we can wind up today's class. Thank you.